ഭരണം നിലനിർത്താൻ തയ്യാറെടുക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയും വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയും. കഴിഞ്ഞ തവണ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാൻ ബിജെപിയെയും പവൻ കല്യാണിനെയും കൂട്ടുപിടിച്ച് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി. 10 വർഷം മുൻപ് കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാൻ ജഗൻമോഹന്റെ സഹോദരി വൈഎസ് ശർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്. ആന്ധ്രാപ്രദേശിൽ ആരെ അധികാരത്തിലെത്തിക്കും ജനം? മെയ് 13 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒറ്റഘട്ടമായാണ് 175 അംഗ നിയമസഭയിലേക്കും വോട്ടെടുപ്പ്. മുഴുവൻ സീറ്റുകളിലേക്കും ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നു. എൻഡിഎ മുന്നണിയിൽ ടിഡിപി 144 സീറ്റിലും ബിജെപി 10 സീറ്റിലും സൂപ്പർ താരം പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 21 സീറ്റിലും ജനവിധി തേടുന്നു. In Andhra Pradesh, there is an anti-YSR Congress party wave. We are going to sweep the polls. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് 159 സീറ്റിലും സിപിഎമ്മും സിപിഐയും 8 വീതം സീറ്റിലും മത്സരിക്കുന്നു. പോർമുഖത്ത് തെളിയുന്നത് ജഗൻമോഹനും ചന്ദ്രബാബു നായിഡുവുമെങ്കിലും മറ്റു ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1. ചന്ദ്രബാബു നായിഡുവിനെ കൂട്ടുപിടിച്ചതിലൂടെ തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കൂടി ബിജെപി കരുത്തറിയിക്കുമോ? 2. ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ സഹോദരി ശർമിളയെ തന്നെ ഇറക്കിയ കോൺഗ്രസ് തിരിച്ചു വരുമോ? ആന്ധ്ര ജനത കൃഷ്ണനെങ്കിൽ ഞാൻ അർജുനനാണ്. പാവങ്ങൾക്കെതിരായ കോർപ്പറേറ്റ് കുത്തകൾക്കെതിരെ തന്റെ പോരാട്ടം തനിച്ചാണ്. തിരഞ്ഞെടുപ്പിനെ കുരുക്ഷേത്ര യുദ്ധമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വാക്കുകളാണിത്. పొరపాటున చంద్రబాబుకు ఓటు వేస్తే మళ్ళీ చంద్రముఖిని తలుపు తట్టి లకలక లకలక అంటూ ഇത്തവണ ടിഡിപി മാത്രമല്ല, കോൺഗ്രസ് കൂടി വ്യക്തിപരമായി ജഗന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. കോൺഗ്രസുമായി ഇടഞ്ഞ് 2010 കടപ്പ ലോക്സഭാംഗത്വം രാജിവെച്ചാണ് സ്വന്തം പാർട്ടിയുമായി ജഗൻ കളത്തിലിറങ്ങിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽപ്പെട്ടിട്ടും അതിശക്തമായി തിരിച്ചെത്താൻ അദ്ദേഹത്തിനായി. വെല്ലുവിളി ശക്തമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ കളിയിലും വഴക്കം കാട്ടുന്നുണ്ട് ജഗൻ. ജാതി സമവാക്യമറിഞ്ഞ തന്ത്രങ്ങൾ. ജനസംഖ്യയുടെ 20% വരുന്ന പട്ടികജാതി വോട്ടുകൾ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ. അംബേദ്കറുടെ കൂറ്റൻ പ്രതിമ. കോനസീമ ജില്ലയുടെ പേരിനൊപ്പം അംബേദ്കർ എന്ന് കൂടി ചേർത്തു. ഇന്ത്യ മുന്നണിയുടെ ജാതി സെൻസസ് വാഗ്ദാനം മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് സമഗ്ര ജാതി സെൻസസ് പ്രഖ്യാപിച്ചു. ആദ്യം പിന്നാക്ക വിഭാഗത്തിൻ്റേത് മാത്രമെന്ന് നിശ്ചയിച്ചെങ്കിലും പിന്നീട് മുന്നാക്കക്കാരെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ബഹുഭൂരിഭാഗം MLA-മാരെയും ഒഴിവാക്കുകയോ മണ്ഡലം മാറ്റുകയോ ചെയ്തു ജഗൻ. 22 ദിവസം നീണ്ട ബസ് യാത്രയിൽ തന്റെ അണികളുടെ കരുത്തുറപ്പിച്ചു. അമ്മമാർക്കും സീനിയർ സിറ്റിസൺസിനും പിന്നാക്കം നിൽക്കുന്നവർക്കുമുള്ള പെൻഷനുകൾ വോട്ടായി മാറിയേക്കാം. ഗ്രാമീണ ജനത ഒപ്പം നിന്നാൽ ജഗനെ മറികടക്കുക അസാധ്യം. എതിരാളി നായിഡുവിന്റെ മണ്ഡലമായ കുപ്പത്ത് പദ്ധതികളിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുണ്ട് ജഗൻ. 1989 മുതൽ കുപ്പത്ത് നിന്നും ജയിക്കുന്ന നായിഡുവിന്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണയാണ് ആദ്യമായി 60% താഴെയായതെന്ന് ഓർക്കുക. 2014 ടിഡിപിയുമായി സഖ്യം ചേർന്ന ബിജെപി സംസ്ഥാനത്ത് 4 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ ടിഡിപി മുന്നണി വിട്ടതിന് പിന്നാലെ നടന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈവശമുണ്ടായിരുന്ന എല്ലാ നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകളും നഷ്ടപ്പെട്ട ബിജെപി ചിത്രത്തിലേ ഇല്ലാതായി. ബിജെപിയും ടിഡിപിയും ഇടയാനുള്ള കാരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന് കേന്ദ്രം പ്രത്യേക പദവി അനുവദിച്ചില്ല എന്നതായിരുന്നു ആ കാരണം. സംസ്ഥാന അധ്യക്ഷൻ ഡി പുരന്ദരേശ്വരിയുടെ നേതൃത്വത്തിൽ ബിജെപിക്ക് വിശ്വാസമുണ്ട്. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡിയെ ബിജെപിയിലെത്തിക്കാൻ പുരന്ദരേശ്വരിക്ക് കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് ബിജെപിയുടെ പ്രവർത്തനം. കേന്ദ്രമന്ത്രിമാർ നിരന്തരം സംസ്ഥാനത്തെത്തുന്നു. ജഗന്റെ വെൽഫെയർ സ്കീമുകളെ മറികടക്കാൻ തൊഴിലില്ലായ്മയും വികസനത്തിലെ പോരായ്മകളുമാണ് ടിഡിപി സഖ്യം എടുത്തു പറയുന്നത്. തർക്കങ്ങളില്ലാതെയായിരുന്നു എൻഡിഎയിലെ സീറ്റ് വിഭജനം. ബിജെപിക്ക് ആദ്യം 4 സീറ്റെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കൂടുതൽ സീറ്റുകൾ നൽകാൻ നായിഡു തയ്യാറായി. കാപ്പു സമുദായത്തിന് മുൻതൂക്കമുള്ള പിതാപുരം മണ്ഡലം ആ സമുദായാംഗമായ പവൻ കല്യാണിന് മത്സരിക്കാൻ വിട്ടുകൊടുത്തതിനെതിരെ ടിഡിപിയിൽ അസ്വാരസ്യമുയർന്നെങ്കിലും അത് പരിഹരിക്കാനും നായിഡുവിന് കഴിഞ്ഞു. 50 സീറ്റുകൾ വരെ കിട്ടുമായിരുന്നുവെങ്കിലും വേണ്ടെന്ന് വെച്ചത് ജഗൻമോഹനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണെന്ന് പറയുന്നു പവർ സ്റ്റാർ പവൻ കല്യാൺ. Any good policy, it is not about just a good policy. Anyone can formulate a good policy. But if we have a great collaborative leadership, where we would take it forward and make this manifesto a reality. ജഗൻമോഹന്റെ കരുത്തിനെ പവൻ കല്യാണിന്റെ കരിസ്മയിലൂടെ വലിച്ചിടാമെന്ന പ്രതീക്ഷയുമുണ്ട് എൻഡിഎ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാവിരുദ്ധ വികാരം അലയടിച്ചപ്പോഴും ഇളകാതിരുന്ന കോൺഗ്രസിന്റെ മണ്ണ്. ആന്ധ്ര വിഭജനത്തോടെയാണ് അത് ഇളകി തുടങ്ങിയത്. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു ആന്ധ്ര വിഭജനത്തിന് മുൻകൈയെടുത്തത്. വൈഎസ്ആറിന്റെ ഭരണത്തിന് പിന്നാലെയുള്ള ജഗന്റെ യാത്രയെ കോൺഗ്രസ് എതിർത്തത് ജഗനും കോൺഗ്രസും വഴിപിരിയാൻ കാരണമായി. വൈഎസ്ആർ കോൺഗ്രസ് രൂപമെടുത്തു. എന്നാൽ അധികാരം മുഴുവൻ ജഗനിൽ കേന്ദ്രീകൃതമായതാണ് സഹോദരി വൈഎസ്ആർ ശർമിളയെ ചൊടിപ്പിച്ചത്. സ്വത്ത് തർക്കവും രാഷ്ട്രീയ പ്രശ്നങ്ങളും അത് വഷളാക്കി.
ആന്ധ്ര വിട്ട് തെലങ്കാന ലക്ഷ്യമിട്ട് YSR തെലങ്കാന പാർട്ടി പ്രഖ്യാപിച്ച ഷർമിള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് കോൺഗ്രസിന് തുണയായി. 14 വർഷത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷർമിളയ്ക്ക് ആന്ധ്ര കോൺഗ്രസ് അധ്യക്ഷ പദവിയാണ് പാർട്ടി നൽകിയത്. జగనే అడికాన్ ఆ కుటుంబത്തിൽ നിന്ന് തന്നെയുള്ള వడివెట్టి కాంగ్రెస్. ఈ రోజుటి వరకు సమాధానం చెప్పలేదు జగన్మోహన్ రెడ్డి గారు గాని సాక్షిని నడిపే భారతీ రెడ్డి గారు గాని. ఎందుకు ఆ రోజు జగన్మోహన్ రెడ్డి గారు స్వయంగా సిబిఐ ఎంక్వైరీ కోరిన మాట వాస్తవం కాదా? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ആന്ധ്രാപ്രദേശിന് 10 വർഷം നീളുന്ന പ്രത്യേക പദവി എന്ന തുറുപ്പിച്ചീട്ടാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. ദലിതർ ഏറെയുള്ള ആന്ധ്രയിൽ ജാതി സെൻസസ് കൂടി ഉയർത്തുന്ന ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഷർമിളയ്ക്കൊപ്പം അമ്മയും മറ്റു ചില കുടുംബാംഗങ്ങളും ഉള്ളതും ജഗന് വെല്ലുവിളിയാകാം. ആര് ജയിക്കുമെന്നതല്ല, ജയിച്ചാൽ എവിടെയിരുന്ന് ഭരിക്കുമെന്നതാണ് ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തല പുകയ്ക്കുന്ന തലസ്ഥാന പ്രശ്നമാണത്. ആന്ധ്ര തെലങ്കാന വിഭജനത്തിന് പിന്നാലെ ഹൈദരാബാദിനെ പൊതു തലസ്ഥാനമായി നിലനിർത്തിയ കാലാവധി അടുത്ത ജൂണിൽ തീരുകയാണ്. ഭരണത്തിലിരിക്കെ ഗുണ്ടൂർ ജില്ലയിലെ അമരാവതി പുതിയ തലസ്ഥാന നഗരിയായി വികസിപ്പിക്കാൻ ചന്ദ്രബാബു നായിഡു സ്വപ്ന പദ്ധതി തയ്യാറാക്കി. പുതിയ നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും നിർമ്മിച്ചതടക്കം 10,000 കോടിയുടെ നിർമ്മാണമാണ് നടത്തിയത്. ഭരണമാറ്റത്തോടെ പക്ഷേ കാര്യങ്ങൾ മാറി. അമരാവതിയിൽ നിന്നും 363 കിലോമീറ്റർ അകലെയുള്ള വിശാഖപട്ടണം തലസ്ഥാനമാക്കണമെന്നാണ് ജഗൻമോഹന്റെ മനസ്സിലുള്ളത്. തുടക്കത്തിൽ മോദി സർക്കാർ അനുകൂലമായി നിന്നെങ്കിലും BJPയുമായി സഖ്യമുണ്ടാക്കി ചന്ദ്രബാബു നായിഡു അതിന് തടയിട്ടു. പെട്ടുപോയത് ഭൂമി വിട്ടുകൊടുത്തവരാണ്. 34,000 ഏക്കർ സ്ഥലമാണ് കർഷകരിൽ നിന്ന് ഏറ്റെടുത്തത്. നഷ്ടപരിഹാരത്തിനായി അവർ തുടങ്ങിയ സമരം 1600 ദിവസത്തിലേക്ക് എത്തുന്നു. TDP അഴിമതി കാട്ടിയെന്നും ഭൂമി തിരികെ വിട്ടുകൊടുക്കാമെന്നുമാണ് മുഖ്യമന്ത്രി ജഗൻമോഹന്റെ പുതിയ വാഗ്ദാനം. അതേസമയം ഭരണത്തിലെത്തിയാൽ അമരാവതി തന്നെ തലസ്ഥാനമായി മാറ്റുമെന്ന് ചന്ദ്രബാബു നായിഡു ആവർത്തിക്കുന്നു. ആരെ വിശ്വസിക്കണമെന്നറിയാതെ പാവം കർഷകരും.